ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എല്ലാം വൈകുന്നേരത്തെ ചെറിയൊരു വിശേഷമൊക്കെ ഒന്നിച്ചുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉലുവ വെള്ളത്തിലിട്ടൊന്ന് വരച്ചെടുക്കുകയാണ്. ഇത് നമ്മുടെ ചോറ് അടുപ്പത്ത് കിടന്ന് വേവുന്നത് കേട്ടോ. അപ്പം എനിക്ക് സർജറിക്ക് ശേഷം അമ്മ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നു, 1 മാസത്തോളം അടുപ്പിച്ച് വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ പോവാം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് പോകുന്നതിൽ. കാരണം നമ്മൾ ഒരു സഹായത്തിന് ഒരാളെ നിർത്തണമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പായസം കേട്ടോ. അവിടെ പകുതി സേവയും അവിടുത്തെ ഗണപതി ഹോമമൊക്കെ ആയിരുന്നു. പിന്നെ അമ്മ പുട്ടിന് പൊടിയൊക്കെ നനച്ച് വെച്ചിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുമെന്നാലും നല്ല പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി തന്നമ്മ കേട്ടോ. ഇത്ര ദിവസം അമ്മയുള്ളപ്പോൾ അമ്മയുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റി. വയ്യാതിരിക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മയെ കൊണ്ടാവുന്ന പോലെ എല്ലാം ചെയ്യുമായിരുന്നു കേട്ടോ. ഇതൊരു കൂമ്പാണ്, അത് തോരൻ വെച്ച് തരാമെന്ന് പറഞ്ഞ് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ, മറന്നുപോയി ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വീഡിയോ എടുക്കാൻ. ഇത് രാവിലത്തെ കടലക്കറിയായിരുന്നു. പിന്നെ നാളത്തേക്കിനുള്ള ഉഴുന്നും അരിയൊക്കെ അമ്മ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പം നാളെ അമ്മയ്ക്ക് പോകുന്നതിന് ഇഡ്ഡലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് പുട്ടൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ, ഒരു 2 കുറ്റി അത്രയേ ഉള്ളൂ. പിന്നെ വീടിന് അടുത്തുള്ളൊരു ചേച്ചി കമ്പിളി നാരങ്ങയും കുറച്ച് കറിവേപ്പിലയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കമ്പിളി നാരങ്ങ പൊതുവെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരത്തെ ഒരു ചായക്കടിയായിരുന്നു. നല്ല സ്വീറ്റൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു, ചായയും കുടിച്ചു. ചായ അങ്ങനെ കുടിക്കാറില്ല, പിന്നെ കിട്ടിയപ്പോൾ കുടിച്ചു. മറ്റൊരു വീട്ടിൽ വരും. ടാറ്റാ.